കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷ പ്രസംഗവേദികളിലൊക്കെ മണിക്കൂറുകൾ ദൈവവചനം സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്ത ഗണം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ചില അപൂർവ സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒരു വാക്കിന് വേണ്ടി ബന്ധപ്പെടാറുണ്ട്. അങ്ങനെ ഒരു സമയമാണിത്. ഈ മരണം അറിയുമ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കെ അബ്രഹാം പാസ്റ്റർ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, എടാ, ഏറ്റവും ഒടുവിൽ ജിജിനുമായി ഒരുമിച്ച് ടിജോ പാസ്റ്റർ ചർച്ചിൽ ഞങ്ങൾ ആരാധിച്ച് ഞാനും ടിജോ പാസ്റ്ററും ഫാമിലിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിജിന് വയ്യ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാൻ കഴിയുന്നത്. പല കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, വചനം പറഞ്ഞ് ദൂത് പറഞ്ഞ് ആരാധിച്ച് ജനമെല്ലാം ചർച്ചിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ട്രംപറ്റ് എടുത്തുകൊണ്ട് താൻ ദൈവദാസനോട് ചേർന്ന് നിന്ന് ആ ആരാധനയിൽ അന്യഭാഷയിൽ ജനം ദൈവത്തെ ആരാധിക്കുന്നതിനൊപ്പം താൻ ആ കാഹളം മുഴക്കിക്കൊണ്ട് അന്ന് പകൽ, കഴിഞ്ഞ ഞായറാഴ്ച പകൽ താൻ കർത്താവിനെ ആരാധിച്ചു. ഒരുപക്ഷെ തൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആരാധന അതിഗംഭീരമായ കാഹളം മുഴക്കിക്കൊണ്ടുള്ള ജിജിൻ്റെ ആരാധന. ആ വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ സംഗീത ലോകത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തയാളെ കർത്താവ് ഒരു പ്രമോഷൻ കൊടുത്ത് സ്വർഗീയ സംഗീത ട്രൂപ്പിലേക്ക് തന്നെ ക്ഷണിച്ചെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുക. ബാക്കിയൊന്നും വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ തോന്നയ്ക്കൽ ഈ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ ഉള്ള കർത്താവിൻ്റെ ദാസന്മാർ എന്നോട് പറഞ്ഞു, ജിജിൻ്റെ ബോഡി ആംബുലൻസിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ജിജിനെക്കുറിച്ച് ദൈവദാസൻ കെ തോമസ് പാസ്റ്റർ 2 വാക്ക് പറയണം. ഞാൻ സത്യത്തിൽ പറഞ്ഞ വാക്കുകൾ ലൈവിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടാണത് പറഞ്ഞത്. ക്രൈസ്തവ സംഗീത ലോകത്തിൻ്റെ ഇതിഹാസമെന്ന് എനിക്ക് ഒരു മടിയും കൂടാതെ ആ വേദിയിൽ വിളിച്ചു പറയാൻ ഇടയായി. നമുക്കെല്ലാം അറിയാം, അനേക മ്യൂസീഷ്യന്മാരുണ്ട്, സീനിയേഴ്സായിട്ടുള്ളവരുണ്ട്, ജൂനിയേഴ്സായിട്ടുള്ളവരുണ്ട്. എല്ലാവരും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും, എല്ലാവരും പാട്ട് പാടും, എല്ലാവരും വർഷിപ്പ് ചെയ്യും. പക്ഷേ ജിജിൻ്റെ ഫ്ലൂട്ടിൽ കൂടെ, ജിജിൻ്റെ ട്രംപറ്റിൽ കൂടെ, അദ്ദേഹം ക്ലാർനെറ്റ് വായിക്കുമ്പോൾ, സാക്സ് വായിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന ഓരോ നാദവും പുതിയ ആത്മമണ്ഡലങ്ങൾ ആരാധിക്കുന്ന ദൈവജനത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു വലിയ അഭിഷേകം ആ സംഗീതത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇവിടെ ക്രൈസ്തവ സംഗീത ലോകത്തിലെ ദൈവദാസന്മാരിവിടെ ഒരുമിച്ച് അണിനിരുന്നു. ഞങ്ങൾക്ക് ഒരു അനുഭവം പറയാനുള്ളത്, ഏതാണ്ട് 30-ലധികം വർഷം കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന ടീം മെമ്പേഴ്സിൻ്റെ കൂടെ ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൻ്റെ അകത്ത് ആഹാരം കഴിച്ചവരാണ് ഞാനും കെ അബ്രഹാം പാസ്റ്ററൊക്കെ. ടീം മിനിസ്ട്രിയുള്ള ഒത്തിരി
കർത്താവിൻ്റെ ദാസന്മാരിവിടെ ഉണ്ട്. അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞങ്ങൾക്കറിയാം ഒരു കലാകാരൻ്റെ കുടുംബം, ഒരു ക്രൈസ്തവ കലാകാരൻ്റെ കുടുംബത്തിൻ്റെ വേദന, ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് പ്രിയ സിസ്റ്റർ ബ്ലിസ്സിയെ ഓർക്കുമ്പോൾ, ആ കുടുംബത്തെ ഓർക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ഒത്തിരി വേദനയുണ്ട്, ഒത്തിരി ദുഃഖമുണ്ട്. എങ്കിലും കർത്താവ് നൽകിയ പ്രത്യാശയിൽ ആ ദുഃഖമെല്ലാം ഒതുക്കി വെച്ച് ദൈവസന്നിധിയിൽ ആ പ്രിയ കൂട്ടുകാരൻ, ഞങ്ങളുടെ പാട്ടുകാരൻ, ആ മരണത്തിൻ്റെ ആ യാഥാർത്ഥ്യത്തോട് വളരെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏകീഭവിക്കുന്നത്. അനേക ദൈവദാസന്മാർ ഇനിയും ഈ വേദിയിൽ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുകയാണ്. ക്രൈസ്തവ സംഗീത ലോകത്തിൻ്റെ ഒരു സ്വകാര്യ സ്വത്തും നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരവുമായിരുന്നു ജിജിൻ രാജ് എഫ്രൈം. താന് ചവിട്ടി നിന്ന മണ്ണിനോട് വിട പറഞ്ഞുകൊണ്ട് മണ്ണമയമായ ശരീരം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് താൻ നമുക്ക് ബൈ പറഞ്ഞ് കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഷിക്കു കുര്യാക്കോസിൻ്റെ വേർപാടിന് ശേഷം ക്രൈസ്തവ ലോകത്തെ ഇത്രയധികം വേദനിപ്പിച്ച മറ്റൊരു വേർപാട് ഇല്ല. നമ്മുടെ എല്ലാവരുടെയും ക്രൈസ്തവ കൈരളിയുടെ പ്രഭാഷകരുടെ, സംഗീത ശുശ്രൂഷ നിർവഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ദൈവസന്നിധിയിൽ നിർത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഡിയർ പാസ്റ്റർ കെ തോമസ്. ആ നല്ല വാക്കുകൾ